നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. സൈക്കോളജിയുമായി ബന്ധപ്പെട്ട പഠന തൊഴിൽ അവസരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കുന്നത്. ഓർക്കുക, സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഇന്ന് വളരെ മികച്ച അവസരങ്ങളുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പഠന മേഖലയായി മാറിയിട്ടുണ്ട്. പണ്ട് പൊതുവെ മാർക്ക് കുറഞ്ഞവർക്ക് മറ്റ് ഓപ്ഷൻ ഇല്ലാതെ വരുമ്പോൾ പഠിക്കുന്ന ഒരു വിഷയമായി കണ്ടിരുന്നതാണ് സൈക്കോളജി എന്നുണ്ടെങ്കിൽ, ഇന്ന് വളരെ മികച്ച കുട്ടികൾ എത്തുന്ന ഒരു മേഖലയാണ്. എന്തിന്, നീറ്റ് കിട്ടാത്തവർക്ക് ഒരു പ്ലാൻ ബി എന്ന നിലയിൽ പോലും സൈക്കോളജി മേഖല ഇന്ന് കൺസിഡർ ചെയ്യപ്പെടാറുണ്ട്. അപ്പൊ ഈ മേഖലയിൽ എന്തൊക്കെയാണ് പഠന അവസരങ്ങളുള്ളത്, അല്ലെ പഠനത്തിന് ശേഷം എന്തൊക്കെയാണ് തൊഴിൽ അവസരങ്ങളുള്ളത്, ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കുന്നു. ഓർക്കുക, വലിയ ഫീസ് ഇല്ലാതെ മിക്കവാറും എയ്ഡഡ് കോളേജുകളിലൊക്കെ പഠിച്ചുകൊണ്ട് തന്നെ മികച്ച അവസരങ്ങളിലേക്ക് എത്താവുന്ന ഒരു മേഖലയാണ് സൈക്കോളജി എന്നുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു എക്സ്പേർട്ടിൽ നിന്ന് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ടൊരു ചെറിയ കാര്യം, ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ ചാനലിൽ മിക്കവാറും എല്ലാ ദിവസവും പബ്ലിഷ് ചെയ്യുന്ന ലെവലിലുള്ള കരിയർ അറിവുകൾ അല്ലെങ്കിൽ തൊഴിൽ അവസരങ്ങളൊക്കെ ഞങ്ങൾക്ക് ലഭ്യമാകും. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അപ്പം സൈക്കോളജിയുമായി ബന്ധപ്പെട്ട അവസരങ്ങൾ, തൊഴിൽ അവസരങ്ങൾ, അല്ലെങ്കിൽ ഈ അവസരങ്ങളിലേക്ക് എത്താൻ എന്ത് പഠിക്കണം, ഈ കാര്യങ്ങളൊക്കെ നമ്മളുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ട് ഒരു എക്സ്പേർട്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്, ഡോക്ടർ ഐസക് തോമസ്. അദ്ദേഹം ഈ കരിയർ ഡിസിഷൻ മേക്കിംഗ് ഈ മേഖലയിൽ തന്നെ PhD എടുത്ത ഒരു വ്യക്തിയാണ്, ഒരു കരിയർ ഗുരുവാണ്. പ്രത്യേകിച്ച് ഈ മേഖലയിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുവാനായിട്ട് പറ്റുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ ഐസക് തോമസ്. അദ്ദേഹത്തിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോയിൽ നൽകിയേക്കാം. നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ അദ്ദേഹവുമായിട്ട് സംവദിക്കാം. വാട്സാപ്പിൽ എന്ന് പറയാനായിട്ട് കാരണം ഇപ്പോൾ അദ്ദേഹം വിദേശത്താണ്. അപ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തിനോട് സംവദിച്ചുകൊണ്ട് ഈ അവസരങ്ങളും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാവുന്നതാണ്. അപ്പം ഐസക് സാർ, വെൽക്കം ടു കരിയർ പാത്വേ. നമസ്കാരം. ഓക്കെ സാറ്, മുൻപും പല വിഷയങ്ങളിൽ ഈ കരിയർ അവസരങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ വന്നിരുന്നു. അപ്പൊ ഈ ഒരു വീഡിയോയിലും നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പം ഈ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട പൊതുവെ ഇപ്പം സൈക്കോളജിക്ക് പഴയതിനേക്കാൾ ഒരു കുട്ടികൾക്ക് ഒരു താല്പര്യമുണ്ട്. പണ്ട് പലപ്പോഴും കണ്ടിരുന്നത് ഒരു പക്ഷേ മാർക്ക് കുറഞ്ഞ കുട്ടികൾ മറ്റൊന്നും കിട്ടാതെ വരുമ്പോഴൊക്കെ സൈക്കോളജിയിലേക്ക് പോകുന്നതാണ് കാണുന്നതെങ്കിൽ, ഇക്കാലത്ത് കുറേ കൂടെ കുട്ടികൾ ഈ മേഖലയിലേക്ക് അട്രാക്റ്റഡ് ആയി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല മികച്ച കുട്ടികളൊക്കെ എത്തുന്നുണ്ട്. അപ്പൊ ഈ മേഖലയിലെ എന്തൊക്കെയാണ് അവസരങ്ങളൊക്കെ, അതിന്റെ ഒരു സ്കോപ്പ് സാർ ആദ്യമായിട്ട് ഒന്ന് സൂചിപ്പിക്കാം. യെസ് സർ. സൈക്കോളജി എന്ന വിഷയം പൊതുവെ മറ്റ് പല സബ്ജക്റ്റുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അതിനേക്കാളൊക്കെ വളരെ മികച്ച രീതിയിൽ തൊഴിലവസരങ്ങളും ഒരു സെൽഫ് ഡെവലപ്മെന്റും സാധ്യമാകുന്നു എന്നുള്ളത് ആണ് ഈ ഒരു മേഖലയെ കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത്. മാനവിക വിഷയങ്ങളിലെ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് എന്ന് വേണം പറയാൻ. മനുഷ്യന്റെ മനസ്സിനെ കുറിച്ച് പഠിക്കുക, അവന്റെ പെരുമാറ്റത്തെ കുറിച്ച് പഠിക്കുക, മെന്റൽ പ്രോസസ്സിനെ കുറിച്ച് പഠിക്കുക, അതൊരു വലിയ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പഠന ശാഖ തന്നെയാണ്. കാരണം പഠിക്കും തോറും തന്നെ കുറിച്ചൊരു അവബോധം കിട്ടുന്നു, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റുന്നു. അങ്ങനെ ഒരു റൊമാൻറ്റിക് ടച്ച് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് ക്യാമ്പസിൽ പഠിക്കുമ്പോൾ തന്നെ. ഏതൊരു കോളേജിൽ സൈക്കോളജി ഉണ്ടോ ആ കോളേജിലെ ഏറ്റവും ലീഡിങ് ഫിഗേഴ്സ് ആയിട്ട് കുട്ടികൾ പൊതുവെ പെർഫോം ചെയ്യുകയും അതുപോലെ തന്നെ അവർക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കാനായും മറ്റുള്ളവർക്ക് മാർഗനിർദ്ദേശം കൊടുക്കാനായും ഒക്കെ മുന്നിട്ട് നിൽക്കുന്നതും കണ്ടുവരും. അതുകൊണ്ട് സൈക്കോളജി ഈ മെഡിക്കൽ ഫീൽഡിലേക്ക് പ്രത്യേകിച്ചും നീറ്റ് ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചിട്ട് പറ്റാതെ വരുന്ന കുട്ടികൾ സെക്കൻഡ് ഓപ്ഷനായിട്ട് പോകുന്ന സബ്ജക്റ്റുകളിൽ ഇന്ന് സൈക്കോളജി മുന്നിട്ട് നിൽക്കുകയാണ്. അങ്ങനെ എല്ലാം കൊണ്ടും സൈക്കോളജി പൊതുവെ കുട്ടികളെ അട്രാക്ട് ചെയ്യുന്നു എന്ന് വേണം പറയാൻ. അതൊരു ട്രെൻഡ് ആയിട്ട് ഇപ്പൊ മാറുന്നു എന്നുള്ളത്. ഓക്കെ, ഈ പൊതുവെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ ഒരു സൈക്കോളജിസ്റ്റിനെ ഒരു ഡോക്ടറായിട്ട് കാണാൻ കഴിയുമോ എന്നുള്ള കാര്യം. അതല്ലെങ്കിൽ ഈ സൈക്കോളജിയും സൈക്യാട്രിയും തമ്മിലുള്ള വ്യത്യാസം, ഇതാദ്യം ഒന്ന് സൂചിപ്പിക്കാം. യെസ്, തീർച്ചയായിട്ടും വളരെ നല്ല ഒരു ചോദ്യമാണ് സാറേ. പല കുട്ടികൾക്കും പ്രത്യേകിച്ച് പേരൻസിനൊന്നും വ്യക്തമായ ഒരു ധാരണ ഇല്ലാതെ ഈ കോഴ്സിന് പോകുമ്പോൾ അവര് നേരിടുന്ന ഒരു പ്രതിസന്ധി കൂടിയാണ്. അതായത് സൈക്യാട്രി എന്ന് പറയുന്നതും സൈക്കോളജിയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം മറ്റൊന്നുമല്ല.
സൈക്കോളജി പഠിച്ചാൽ ഒരാൾക്ക് ഈ സൈക്കാട്രിസ്റ്റിനെ പോലെ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. മനുഷ്യന്റെ മനസ്സിനെ ബാധിക്കുന്ന അസുഖങ്ങൾ, അതായത് അവന്റെ പെരുമാറ്റ പ്രശ്നങ്ങളെ, അല്ലെങ്കിൽ പ്രത്യേകിച്ചും പറഞ്ഞാൽ അവന്റെ സൈക്കോസിസ് എന്നാണ് സൈക്കോളജിയുടെ ഭാഷയിൽ പറഞ്ഞാൽ, സൈക്കോസിസ് വന്ന് ഇൻസൈറ്റ് മിസ്സായിട്ട് താൻ എന്താണ് ചെയ്യുന്നത് ഭ്രാന്തമായ ഒരു അവസ്ഥയിലേക്കൊക്കെ വരുന്നവർക്ക് മരുന്ന് വേണം. മെഡിക്കേഷനിലൂടെ മാത്രമേ മാറ്റം ഉണ്ടാവൂ. അങ്ങനെ മരുന്ന് കൊടുക്കണമെങ്കിൽ അത് MBBS കഴിഞ്ഞ ഡോക്ടറായ മെഡിക്കൽ പ്രാക്ടീഷണറായ ഒരാൾക്ക് അതിനുശേഷമുള്ള MD ആയ 2 വർഷത്തെ സ്പെഷ്യലൈസേഷൻ ആണ് സൈക്കാട്രി. ആ സൈക്കാട്രി കഴിഞ്ഞ ഒരാൾക്ക് മാത്രമേ ഡോക്ടറുടെ പരിവേഷത്തിൽ നിന്ന് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റൂ. എന്നാൽ സൈക്കോളജി കഴിഞ്ഞ ഒരാൾക്ക് ഡിഗ്രി കഴിഞ്ഞു, അതിന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ PG സൈക്കോളജി കഴിഞ്ഞ് സ്പെഷ്യലൈസേഷൻ ക്ലിനിക്കൽ സൈക്കോളജി എടുത്താൽ അവർക്ക് ഒരു ഡോക്ടറുടെ ഒരു ഇമേജിൽ ഏകദേശം വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ മരുന്ന് മാത്രം പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല. മറ്റ് സൈക്കാട്രിക് സെറ്റിങ്ങില് അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഹോസ്പിറ്റൽ സെറ്റിങ്ങില്, റീഹാബിലിറ്റേഷൻ സെന്ററുകളിൽ ഇവർക്ക് ക്ലിനീഷ്യനായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. എങ്ങനെ? തെറാപ്പികളിൽ അല്ലേ? തെറാപ്പികളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. തെറാപ്പികളിലൂടെ, കൗൺസിലിങ്ങിലൂടെ, വാക്കുകൾ കൊണ്ട് മനുഷ്യന്റെ അസുഖം മാറ്റുന്നവരാണ്. മനുഷ്യന്റെ മനസ്സിനുണ്ടാകുന്ന പ്രയാസങ്ങളെ വാക്കുകൾ കൊണ്ട്, വാക്ക് മരുന്നാണ് സൈക്കോളജിസ്റ്റ്. അങ്ങനെ വളരെ മനസ്സ് മനസ്സിലാക്കാൻ അവന് കഴിയുന്നു. ആ ഒരു അർത്ഥത്തിൽ ഡോക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ സബ്ജക്ട് വൈസ് മറ്റു സബ്ജക്റ്റുകളെ പോലെ തന്നെ പഠിച്ച് ഡിഗ്രിക്കും PGക്കും ശേഷം PhD എടുത്ത് ഡോക്ടറാകാൻ പറ്റും. അങ്ങനെ നോക്കുമ്പം MBBS കഴിഞ്ഞ് ഡോക്ടറാകാത്തവരൊക്കെ സൈക്കോളജിയിലൂടെ ഡോക്ടറാകാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു പാത്ത് ഒന്ന് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി സൈക്കാട്രിക് ഡോക്ടർ ആകണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ നീറ്റ് എക്സാം ക്ലിയർ ചെയ്ത് MBBS പഠിച്ച് MD പഠിച്ച് ഒരു ഡോക്ടർ ആകുന്നു. മറിച്ച് ഈ സൈക്കോളജിസ്റ്റ് ആകുന്നത് പലപ്പോഴും ഞങ്ങളൊരു +2 കഴിഞ്ഞിട്ട് അല്ലെ, ഒരു ഡിഗ്രി BA അല്ലെങ്കിൽ BSc സൈക്കോളജി പഠിച്ച് പിന്നെ ഒരു MSc അല്ലെ MA ഒക്കെ പഠിച്ച് സാറ് സൂചിപ്പിച്ച പോലെ MPhilോ അല്ലെ വേണേൽ ഒരു PhD ഒക്കെ എടുത്ത് സൈക്കോളജിയിലേക്ക് തിരിയാം. അപ്പോഴും ഈ BA അല്ലെങ്കിൽ BSc സൈക്കോളജി തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതിന്റെ എൻട്രി ക്രൈറ്റീരിയ, എലിജിബിലിറ്റി എന്താണ്? ഒന്ന് സൂചിപ്പിക്കാം. പ്രധാനമായും സൈക്കോളജിക്ക് പോകാനാണെങ്കിൽ ഏത് സ്ട്രീമുകാർക്കും സൈക്കോളജി എടുക്കാം. സയൻസുകാർക്കും ഹ്യൂമാനിറ്റീസുകാർക്കും കൊമേഴ്സുകാർക്കും പോകാം. എന്നാൽ പണ്ട് നമുക്ക് ഇവിടെ സൈക്കോളജി യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും ലഭിച്ചുകൊണ്ടിരുന്നത് BA സൈക്കോളജി ആയിരുന്നു. കാരണം സൈക്കോളജി ഇന്നും എന്നും പരിഗണിക്കപ്പെടുന്നത് മാനവിക വിഷയമായിട്ടാണ്. മാനവിക വിഷയത്തില് ഇവിടെ ഗ്രാജുവേഷൻ കൊടുക്കുമ്പോൾ അതൊരു ബാച്ചിലർ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ബാച്ചിലർ ഓഫ് ആർട്സിൽ പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണ് BA ഇവിടെ നിലനിന്നിരുന്നത്. ഇപ്പോഴും BA ഉണ്ട്. പക്ഷെ ഇപ്പോ BA പഠിപ്പിച്ചുകൊണ്ടിരുന്ന പല കോളേജുകളും BScയിലേക്ക് കൺവേർട്ട് ആയി. കാരണം സൈക്കോളജി എന്ന് പറയുന്ന വിഷയത്തിന്റെ ഒരു ഡൈനാമിസം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ബ്രെയിൻ സയൻസ് ആണ്. മനസ്സിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാഖയാണ്. മനസ്സുണ്ടെങ്കിൽ മനസ്സിരിക്കുന്ന ബ്രെയിനിലാണ്. അപ്പൊ ബ്രെയിനിന്റെ അല്പം അനാട്ടമിക്കലായിട്ടും ഇന്റേണൽ ആയിട്ടും അതിന്റെ ഫങ്ഷൻസ്, തോട്ട്സിനെ കുറിച്ച്, ഇമോഷനെ കുറിച്ച്, ഫീലിങ്സിനെ കുറിച്ചൊക്കെ ഇൻഡെപ്ത് ആയിട്ട് സയന്റിഫിക് ആയിട്ട് ലബോറട്ടറിയിലൊക്കെ പഠിക്കേണ്ടി വരുമ്പം അതിനൊരു ബാച്ചിലർ അതിന്റെ ഒരു BSc ലെവലിലേക്ക് വന്നു, സയൻസ് ലെവലിലേക്ക് വന്നു, സയന്റിഫിക് ആയി മാറി. അങ്ങനെയാണ് BSc ആയിരിക്കും. ഇപ്പൊ മിക്ക കോളേജുകളിലും BSc ആണ് ലഭിക്കുന്നത്. ഇതാണ് അതിന്റെ. അപ്പൊ BA പഠിക്കുമ്പോൾ അല്പം കൂടി തിയറിറ്റിക്കലായിട്ട് കൂടുതൽ പഠിക്കുമ്പോൾ പ്രാക്ടിക്കലായിട്ടുള്ള ലബോറട്ടറിയുടെ ആ ഒരു സപ്പോർട്ട് അധികം കാണണമെന്ന് നിർബന്ധമില്ല. എന്നാൽ അതോടെ ഒപ്പമാണ് BA ഒക്കെ പഠിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇന്ന് BSc വന്നപ്പം അങ്ങനെയുള്ള ഒരു ലബോറട്ടറിയുടെയും കൂടെ ഒക്കെ സപ്പോർട്ട് അവിടെ ലഭിക്കുന്നു. പിന്നെ ഈ ഏത് സ്ട്രീമുകാർക്കും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഏത് സ്ട്രീമുകാർക്കും BScയിലേക്കും പോകാം. ഇപ്പം ഹ്യൂമാനിറ്റീസ് പഠിച്ച ഒരാൾക്കും BSc സൈക്കോളജിയിലേക്ക് പോകാം, കൊമേഴ്സുകാർക്കും BScയിലേക്ക് പോകാം എന്നുള്ള ഒരു കാര്യം കൂടെ നമ്മളിവിടെ പരിഗണിക്കേണ്ടതാണ്. ഓക്കെ, ഒരു സാധാരണഗതിയിൽ പോലെ ഒരു ഡിഗ്രി കഴിഞ്ഞതുകൊണ്ട് ഈ മേഖലയിൽ വലിയ നേട്ടങ്ങളൊന്നും നേടാൻ പറ്റി എന്ന് വരത്തില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവര് ഹയർ സ്റ്റഡീസിന് പോകേണ്ട വരും. അപ്പോൾ ഒരു BA അല്ലെങ്കിൽ ഇപ്പൊ കൂടുതലായി കാണുന്ന BSc സൈക്കോളജി പഠിച്ചു കഴിഞ്ഞാൽ മേളിലേക്ക് എന്തൊക്കെയാണ് പഠന ഓപ്ഷൻസ് ഉള്ളത്? ആ കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കാം. പ്രത്യേകിച്ച് ഈ MSc ഉള്ള സ്പെഷ്യലൈസേഷൻസ് ഏതൊക്കെ, അതും കൂടെ ഒന്ന് സൂചിപ്പിക്കാം. സൈക്കോളജിയുടെ ഒരു ഡൈനാമിസം അല്ലെങ്കിൽ അതിന്റെ ഒരു സാധ്യത, സ്കോപ്പ് ഒക്കെ എടുത്ത് പറയുമ്പോൾ
അത് സാർ സൂചിപ്പിച്ച പോലെ ഗ്രാജുവേഷൻ കഴിഞ്ഞതുകൊണ്ട് നമുക്ക് കാര്യമായ ഒരു കരിയർ കിട്ടും എന്ന് വിചാരിക്കരുത്. കിട്ടുമായിരിക്കാം. ഇനി ഡിഗ്രി വെച്ച് പോകാൻ പറ്റുന്ന എല്ലാത്തിനും ഇപ്പൊ സിവിൽ സർവീസിന് പോകാം, മറ്റ് ഇപ്പം CDS, ബാങ്ക് ജോലി SSC, എല്ലാത്തിനും അപ്ലൈ ചെയ്യാം. ബാങ്കിങ്, എല്ലാ സെക്ടറിലോട്ടും അവർക്കും ഇനി ഡിഗ്രി വെച്ച് പോകാവുന്ന പോലെ പോകാം. പക്ഷെ അതല്ല, സൈക്കോളജി വെച്ച് സൈക്കോളജിസ്റ്റ് ആയിട്ട് മാറുന്ന, അല്ലെങ്കിൽ ആ മേഖലയുടെ തന്നെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആകണമെങ്കിൽ അവര് അതിന്റെ PG എടുക്കണം. PGയിലേക്ക് വരുമ്പോ സൈക്കോളജിക്ക് ഒരുപാട് സ്പെഷ്യലൈസേഷൻസ്, അതിൽ പ്രധാനമായ സ്പെഷ്യലൈസേഷൻ ആണ് ക്ലിനിക്കൽ സൈക്കോളജി. ഏവരെയും ആകർഷിക്കുന്നതാണ്. അതാണ് ഇപ്പോ MBBS എൻട്രൻസ് എഴുതി കിട്ടിയിട്ടില്ലെങ്കിൽ ആൾക്കൊരു ക്ലിനീഷ്യൻ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള സാധ്യത. അവിടെ നോക്കേണ്ടത്, ഇവിടെ ഡോക്ടർ ആകുന്ന പോലെ ഒരു PhD എടുത്തില്ലേ പോലും PG കഴിഞ്ഞു, PGയുടെ മാർക്കിന്റെ ഒക്കെ നിലവാരത്തിന് ഇന്ത്യയിലുള്ള ചില ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സൈക്കോളജിയിൽ തന്നെ വളരെ ആധികാരികമായി ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷൻ ആൻഡ് റിസർച്ച് ലെവലിലേക്ക് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ, നിംഹാൻസ്, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പലതുകൊണ്ട് PGക്ക് ശേഷം വേണമെങ്കിൽ ഇവർക്ക് MPhil എടുത്തു കഴിഞ്ഞാൽ പ്രാക്ടീഷണർ ആകാൻ പറ്റും. അപ്പൊ അതൊരു ഒരു വലിയ അതിന്റെ പെസ്യൂട്ടാണ്. ഇപ്പൊ MPhil സൈക്കോളജി മറ്റെല്ലാ സബ്ജക്റ്റുകളെ കഴിഞ്ഞും ഇന്ന് നിലവിൽ MPhilന് ഒരു വിലയുണ്ടെങ്കിൽ MPhil കൊണ്ട് ഒരു പ്രാക്ടീഷണർ ആകാൻ, പ്രത്യേകിച്ച് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആകാനുള്ള സാധ്യത ആണുള്ളത്. പിന്നെ മറ്റൊന്ന് കൗൺസിലിംഗ് സൈക്കോളജി. അവിടെ തന്നെ മറ്റൊരു കാര്യം ചോദിക്കാനായിട്ടുള്ളത്, ഈ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആകണമെന്നുണ്ടെങ്കിൽ ഒരു MPhilനോടൊപ്പം തന്നെ ഒരു RCIയുടെ ഒരു സർട്ടിഫിക്കേഷനോടെ ആവശ്യമാണല്ലോ, അതും കൂടി ഒന്ന് സൂചിപ്പിക്കാം. ഇന്ത്യയിൽ നേടിയെടുക്കേണ്ടതുണ്ട്. അപ്പോഴാണ് അവർക്ക് ശരിക്കും പ്രാക്ടീഷണർ ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്നത്. RCI റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സർട്ടിഫിക്കേഷൻ അവര് നേടേണ്ടതുണ്ട്. അപ്പൊ അത് ആ ക്ലിനിക്കൽ പ്രാക്ടീഷണർ ആകാനുള്ള ഒതന്റിക് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷൻ ആണ് എന്നുള്ളതാണ്. സ്വന്തമായിട്ട് ഒരു ക്ലിനിക്ക് ഇവർക്ക് തുടങ്ങാൻ പറ്റും ആ RCIയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ എന്നുള്ളതാണ്. അപ്പം ക്ലിനിക്കൽ സൈക്കോളജി എന്നൊരു മേഖല, ബാക്കി ഈ മേഖലയിലെ അവസരങ്ങൾ അല്ലെ പഠന ഓപ്ഷൻസ് ഒന്ന് പറയാമോ? യെസ്, അതില് പ്രധാനപ്പെട്ടത് ഇപ്പൊ ക്ലിനിക്കിൽ പറഞ്ഞ പോലെ തന്നെയാണ് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആയി മാറാം. കൗൺസിലിംഗ് സൈക്കോളജി വൺ ഓഫ് ദി സ്പെഷ്യലൈസേഷൻസ് ആണ്. കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പം ഫാമിലി കൗൺസിലർ ആവാം, എഡ്യൂക്കേഷൻ കൗൺസിലിംഗ് മേഖലയിലോട്ട് തിരിഞ്ഞു പോകാം. അതുപോലെങ്കിൽ ഇവർക്ക് മറ്റു തരത്തിലുള്ള ഇപ്പൊ അഡിക്ഷൻ മേഖലയിലൊക്കെ കൗൺസിലറായിട്ട് കൗൺസിലിംഗ് സൈക്കോളജി സ്പെഷ്യലൈസ് ചെയ്തവർക്ക് വിവിധങ്ങളായ സെന്ററുകളില് അല്ലെങ്കിൽ സ്ഥാപനങ്ങളില് കൗൺസിലറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. മറ്റൊന്നാണ് ഇൻഡസ്ട്രിയൽ സൈക്കോളജി. ഇൻഡസ്ട്രിയൽ സൈക്കോളജി നമുക്കറിയാം ഏതൊക്കെ HR സ്പെഷ്യലിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നാൽ പോലും കമ്പനികളിൽ അവരുടെ റിക്രൂട്ട്മെന്റ്, ട്രെയിനിങ്, അതേപോലെ തന്നെ അവരുടെ അപ്രൈസൽസ് ഒക്കെ നടത്താനും, ഈവൻ ഇന്റർവ്യൂ പാനലിൽ പോലും അവരുടെ അസസ്മെന്റ് നടത്താനൊക്കെ സൈക്കോളജിസ്റ്റ് മിക്കവാറും കാണും. ജോലിയിലെ സ്ട്രെസ് ഇപ്പോൾ ഒരു വലിയ പ്രശ്നമാണ് അല്ലെ, ആ മേഖലയിലൊക്കെ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് അപ്രോച്ച് ചെയ്യാൻ കഴിയുന്നു. അപ്പൊ ഇൻഡസ്ട്രിയൽ സൈക്കോളജി പണ്ട് മുതലേ ഉള്ളതാണ്. അപ്പൊ ഇപ്പോ എല്ലാ MNCകളിലും സൈക്കോളജിസ്റ്റ് ഉണ്ട്. അപ്പോ അങ്ങനെയുണ്ട്. അതുകൂടാതെ വളരെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ കേരളത്തിലെ കുട്ടികൾ കൂടുതലും അധികം കടന്നു ചെല്ലാത്ത ഒരു മേഖലയാണ്, എന്നാൽ മിടുക്കർക്ക് കടന്നു ചെല്ലാൻ പറ്റുന്നതാണ് സ്പോർട്സ് സൈക്കോളജി. സ്പോർട്സ് സൈക്കോളജിസ്റ്റ് ആകുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഏറ്റവും മിടുക്കരായ പ്രഗത്ഭരായ കളിക്കാരുടെ അവരുടെ പേഴ്സണൽ സൈക്കോളജിസ്റ്റ് ആകാം, കൂടാതെ ടീമിന്റെ തന്നെ ആകാം. ഉദാഹരണം ചണ്ഡീഗഡിലുള്ള അവിടെ സ്പോർട്സ് സൈക്കോളജിയിൽ ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ നമുക്ക് 16 സീറ്റുണ്ട്. ഈ 16 സീറ്റ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള ഏതെങ്കിലും ഒരു ടീമിനോടൊപ്പം, ക്രിക്കറ്റിന്റെ ആയിക്കോട്ടെ, ഫുട്ബോളിന്റെ ആയിക്കോട്ടെ, ഒക്കെ കടന്നു ചെന്ന്, കാരണം സാറ് പറഞ്ഞ പോലെ സ്ട്രെസ് ഏറ്റവും കൂടുതലുള്ള ഒരു ഗ്രൂപ്പാണ് ഈ സ്പോർട്സ്. ഞാൻ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, നമ്മളൊരു ക്രിക്കറ്റ് മാച്ച് വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് പോലും ടെൻഷനാണ് അതിന്റെ അവസാന ഓവറിലേക്ക് വരുമ്പോൾ. അപ്പം ആ ബോൾ ഫേസ് ചെയ്യുന്ന ബാറ്റ്സ്മാന്റെ അല്ലെ ബോൾ ചെയ്യുന്ന ബോളറിന്റെ ടെൻഷൻ എത്ര വലുതായിരിക്കും അല്ലെ. അപ്പൊ അതിനെ മാനേജ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് വളരെ, അതൊക്കെ ഈ സ്പോർട്സ് സൈക്കോളജി എന്നൊക്കെ പറഞ്ഞാല് ഒരുപക്ഷെ ഒരു സ്റ്റാർ റേറ്റഡ് അല്ലെ, നല്ലൊരു എന്താ പറയാ, നല്ല ഒരു ജോലി, ഒരു മേഖലയായിട്ട് കരിയർ പ്രൊഫൈല് കിട്ടുന്ന ഒന്നാണ്. പക്ഷെ ഇതൊക്കെ ഒരു എക്സ്പ്ലോർ ചെയ്തെടുക്കാൻ കഴിഞ്ഞാൽ സൈക്കോളജി കഴിഞ്ഞിട്ട് ഇനി എന്ത് എന്ന് പറഞ്ഞാൽ ആശങ്കപ്പെടാതെ കൃത്യമായിട്ട് അവരുടെ ഇതിലേക്ക് പോകാം. ഇനി അല്പം കൂടി റിസർച്ച് ലെവലിലോട്ട് മാറാൻ സൈക്കോളജി വളരെ ഉഗ്രൻ ഒരു ഓപ്ഷനാണ്. കാരണം ബ്രെയിൻ സയൻസിൽ ഹരിയാനയിൽ ഒരു ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്.
അവിടെ നിങ്ങൾ BSc സൈക്കോളജി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു PG ആൻഡ് ദെൻ റിസർച്ച് ലെവലിലോട്ട് നീങ്ങാം. നിംഹാൻസിലേക്ക് നിങ്ങൾക്ക് പോകാം. അങ്ങനെ നിങ്ങൾക്ക് അതൊരു റിസർച്ച് ഒരു വൺ ഓഫ് ദി ഏരിയ ആണ്. ടീച്ചിങ് എവിടെയൊക്കെ +2 തലം മുതൽ ഇപ്പൊ സൈക്കോളജി ഉണ്ട്. +2 സയൻസിനോടൊപ്പവും ഹ്യൂമാനിറ്റീസിനോടൊപ്പവും സൈക്കോളജി ഓപ്ഷൻ ഉണ്ട്. CBSEയിലും സൈക്കോളജി ഇപ്പോ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ സൈക്കോളജി ഹയർ സെക്കൻഡറി മുതൽ അങ്ങ് ഡോക്ടറേറ്റ് വരെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി തലം വരെ പഠിപ്പിക്കാനുള്ള അവസരം നിസ്സാരമല്ല. ടീച്ചിങ് മാത്രമല്ല, ഈ സ്കൂളുകളിലും കോളേജുകളിലും ഇന്നൊരു സൈക്കോളജിസ്റ്റ് അല്ലെ, അതൊരു മാൻഡേറ്ററി ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങൾ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിനെ കിട്ടാനില്ലാത്തതുകൊണ്ട് കൗൺസിലിംഗ് സർട്ടിഫിക്കറ്റ് ഉള്ളവരെയൊക്കെ വേണമെങ്കിൽ എനി ഡിഗ്രി കഴിഞ്ഞിട്ട് കൗൺസിലിംഗ് സർട്ടിഫിക്കറ്റ് ഉള്ളവരെയൊക്കെ അപ്പോയിന്റ് ചെയ്തുകൊണ്ടിരിക്കുക. സൈക്കോളജിസ്റ്റിനെ അങ്ങനെ കിട്ടാനില്ല. സത്യം പറഞ്ഞാൽ സ്കൂളുകളിൽ സെറ്റിങ്ങിലൊക്കെ ഒരു സൈക്കോളജിസ്റ്റ് ഉള്ള നമ്മൾ ഒരു 10 സ്കൂളുകൾ എടുത്ത് ഒന്ന് ചെറിയൊരു സ്റ്റഡി നടത്തി നോക്കി. അവിടെയൊക്കെ എത്ര മാത്രം സൈക്കോളജിസ്റ്റ് ഉണ്ട്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിലോ അല്ലെങ്കിൽ MSc കഴിഞ്ഞവർ എത്ര പേരെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ടോ അന്വേഷിച്ചാൽ. കൂടുതലിടത്തും ഇങ്ങനെ കാണുന്നത് ഒരു ഡിഗ്രി കഴിഞ്ഞ് അല്ലെ ഒരു PG കഴിഞ്ഞ് എന്തെങ്കിലും ഒരു 6 മാസത്തെ ഒരു കോഴ്സ്, ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് എടുത്തവരെ കൗൺസിലറായിട്ട് ഇരുത്തുക എന്നുള്ളതാണ് കാണുന്നത്. അപ്പൊ അവിടെയൊക്കെ ഇങ്ങനെയുള്ളവർക്ക് അവസരങ്ങളുണ്ട് എന്നാണ് സാറ് പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു മേഖലയും കൂടെ എനിക്ക് സാറിനോടൊന്ന് ചൂണ്ടിക്കാട്ടാൻ അല്ലെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കണ്ട ഒരു മേഖല എന്ന് പറഞ്ഞാൽ ഈ ഫോറൻസിക്കുമായി ബന്ധപ്പെട്ട സൈക്കോളജി, അതേപോലെ തന്നെ ഈ പാരാസൈക്കോളജി. ഈ പലപ്പോഴും പിള്ളേരൊക്കെ ഈ സൈക്കോളജി മേഖലയിലേക്ക് വരുന്നത് തന്നെ ഈ സിനിമയിലൊക്കെ കാണുന്ന ഈ പാരാസൈക്കോളജി, അതുമായി ബന്ധപ്പെട്ട ഈ നിഗൂഢമായ മനഃശാസ്ത്രവുമൊക്കെയായി ബന്ധപ്പെട്ട് എത്തുന്നവരാണ്. അപ്പൊ ആ 2 മേഖലയിലെ അവസരങ്ങൾ കൂടി ഒന്ന് സൂചിപ്പിച്ചാൽ നല്ലതായിരിക്കും. ഒന്ന് പാരാസൈക്കോളജി, മറ്റൊന്ന് നമ്മൾ ഈ സൂചിപ്പിച്ച ഫോറൻസിക് സൈക്കോളജി. ഗ്രാജുവേഷൻ, സൈക്കോളജി ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒരാൾക്ക് പോകാൻ പറ്റുന്ന സ്പെഷ്യലൈസേഷൻ ഞാൻ പറഞ്ഞെങ്കിലും ഈ പറയുന്ന ഫീൽഡിൽ എടുത്ത് പരിശോധിക്കുമ്പം ഫോറൻസിക് സയൻസിലേക്കും ഫോറൻസിക് സൈക്കോളജിയിലേക്കും കടന്നു ചെല്ലാൻ കഴിയുന്നതാണ്. കാരണം കുറ്റാന്വേഷണ മേഖലകളിലും അതുപോലെ ക്രിമിനോളജി, ഇവർക്ക് സ്പെഷ്യലൈസ് ചെയ്യാനാണ് ക്രിമിനോളജി. ഈ മേഖലകളിൽ ഇവർക്ക് ഒരു പോസ്റ്റ് ഗ്രാജുവേഷനും തുടർന്ന് റിസർച്ച് ലെവലിലേക്കും പ്രാക്ടീഷണർ ലെവലിലേക്കും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കാര്യം കുറ്റാന്വേഷണ മേഖലയിലും അതിന്റെ അനലൈസ് ചെയ്ത് കൃത്യമായിട്ട് അതിന്റെ ബിഹേവിയറൽ തലം ഒന്ന് പരിശോധിച്ച് വേണ്ട ഒരു ക്ലാരിറ്റി പോലീസ് വകുപ്പിന്, പോലീസ് ഡിപ്പാർട്ട്മെന്റുകൾക്ക്, കുറ്റാന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുന്നതിൽ സൈക്കോളജിസ്റ്റിന് വലിയ പങ്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ മേഖലയിലെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് മാറാൻ പറ്റും. പിന്നെ സാറ് പറഞ്ഞ പോലെ പാരാസൈക്കോളജി എന്ന് പറഞ്ഞാൽ മെന്റലിസ്റ്റ് ആയിട്ടൊക്കെ മാറുന്നത്, മെന്റലിസ്റ്റ് ഒക്കെ ആയിട്ട് മാറുന്നത് വളരെ ഈ കാര്യങ്ങളെ പ്രവചിച്ചുകൊണ്ട് വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് കാര്യങ്ങളെ, മനസ്സിലിരിക്കുന്ന കാര്യങ്ങളെ, അതീന്ദ്രിയമായ കാര്യങ്ങളെ കുറിച്ച് ഈ സിക്സ്ത് സെൻസിൽ നിന്ന് കാര്യങ്ങൾ പറയുന്നത്. അതൊരു സത്യം പറഞ്ഞാല് അത് നമുക്കൊരു പൂർണ്ണമായിട്ട് നമുക്കത് അധികം പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ ട്രിക്സ് മാത്രമാണ്, ഇതൊന്നും പഠിച്ചിട്ടൊന്നും വരുന്നവരല്ല, ട്രിക്കുകളാണ്. എന്നാൽ പോലും ഈ മനസ്സ് വായിക്കുവാൻ പറ്റുന്ന ആ ലെവലിലേക്കൊക്കെ ഒരുപക്ഷെ ഈ പഠിക്കുന്നവർക്ക് ഉയരാൻ കഴിഞ്ഞേക്കാം. ഒരു പ്രാക്ടീസ് കൊണ്ട് സാധിച്ചേക്കാം. പക്ഷെ നമുക്ക് സാധാരണ ഒരു സൈക്കോളജി ഓപ്റ്റ് ചെയ്യുന്ന ഒരു കുട്ടിയോട് നിങ്ങൾക്ക് ഒരു മെന്റലിസ്റ്റ് ആകാൻ പറ്റും അല്ലെങ്കിൽ പാരാസൈക്കോളജിയിലോട്ട് പോകണം, ആ രീതിയിൽ പറഞ്ഞ് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതൊരു പ്രാക്ടീസ് കൊണ്ടും അവന്റെ അംബീഷൻ കൊണ്ടും അവൻ നേടിയെടുക്കേണ്ട ഒരു വിദ്യയാണ്. ഇതൊരു വിദ്യ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു വിദ്യ നമുക്ക് ഇപ്പൊ എല്ലാവർക്കും ഒരേപോലെ ആപ്ലിക്കബിൾ അല്ല എന്നുള്ളതാണ്. അതൊരു വൺ ഓഫ് ദി ഏരിയ എന്ന് വേണം പറയാം. ഓക്കെ, അപ്പൊ സാറ് പറഞ്ഞത് ഈ സൈക്കോളജി പഠിച്ചവർക്ക് ലഭ്യമായിരിക്കുന്ന വളരെയധികം എന്താ പറയുക സ്പെഷ്യലൈസേഷൻ ഏരിയകൾ അല്ലെ, സ്കോപ്പ് ഒക്കെയാണ് സാറ് സൂചിപ്പിച്ചത്. സാറേ, ഇനി എനിക്ക് അറിയേണ്ടത് ഈ സൈക്കോളജി പഠനത്തിന് വേണ്ടിയിട്ടുള്ള മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ട്, പ്രത്യേകിച്ച് ഇന്ത്യയിലെ അതേപോലെ കേരളത്തിലെയൊക്കെ ഈ മേഖലയിലെ നല്ല സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് എന്നൊന്ന് സൂചിപ്പിക്കാം. ഇന്ത്യയിലെ തന്നെ നമുക്ക് സൈക്കോളജി പഠിക്കാനായിട്ട് അതിന്റെ ഉപരിപഠനം നടത്താൻ നമുക്ക് ലഭിക്കുന്നത് നിംഹാൻസ് ആണ്. നിംഹാൻസ് ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച മാനസികാരോഗ്യ പഠന കേന്ദ്രമാണ്. ബാംഗ്ലൂർ. അവിടെ തന്നെ നമുക്ക് പഠിച്ചവർക്ക് തന്നെ ജോലി കിട്ടാനും സാധ്യതയുള്ളതാണ്. അപ്പോൾ ഈ നിംഹാൻസില് നമുക്ക് അതിന്റെ ഗവേഷണ തലത്തിലേക്ക് എത്തുന്നു, പ്രാക്ടീഷണറായിട്ട് മാറാൻ സാധിക്കുന്നു എന്നുള്ളത് ഏറ്റവും ആകർഷകമാണ്. അതോടൊപ്പം ഈ ഹരിയാനയിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബ്രെയിൻ സയൻസ്
ഈ ബ്രെയിൻ സയൻസ് സൈക്കോളജിയുടെ ഒരു സ്പെഷ്യലൈസ്ഡ് മേഖലയാണ്. ഹരിയാനയിൽ അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. കൂടാതെ നമുക്ക് റാഞ്ചിയിൽ 2 പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. അതിലൊന്ന് റിംബാസും മറ്റൊന്ന് CIP ആണ്, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സൈക്കാട്രി. അപ്പൊ ഇവിടെ PGക്ക് ശേഷം MPhil പഠിച്ച് സ്പെഷ്യലൈസ് ക്ലിനിക്കൽ സൈക്കോളജിയിലും അതേപോലെ തന്നെ സൈക്കാട്രി സോഷ്യൽ വർക്കിലും ഒക്കെ സ്പെഷ്യലൈസേഷൻ എടുക്കാൻ പറ്റുന്ന നല്ല മികച്ച സ്ഥാപനങ്ങളാണ്. ഇവിടെ പഠിച്ച ആളുകളാണ് ഇന്ന് രാജ്യത്തെ തന്നെ മികച്ച സൈക്കോളജിസ്റ്റുകളായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നത്. എൻ്റെ അനിയൻ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. സ്വന്തമായ സൈക്കാട്രിക് ഹോസ്പിറ്റലും അതേപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ നടത്തുന്ന ഒരാളാണ്, ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ. അദ്ദേഹം അവിടെ പഠിച്ചപ്പം അദ്ദേഹത്തിന്റെ ആ ക്വാളിറ്റിയും അദ്ദേഹത്തിന്റെ പെർഫോമൻസും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പറയുകയാണ്, ഈ ഒരു ഇങ്ങനെയുള്ള മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഓൾ ഇന്ത്യ തലത്തിൽ നമുക്കുണ്ട്. കൂടാതെ മണിപ്പാലിലും അതേപോലെ തന്നെ പല സ്ഥലങ്ങളിലും സൈക്കോളജിയിൽ ഉയർന്ന പഠനം നടത്താനും ഒക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിലും രാജ്യത്ത് നമുക്കറിയാം CUT എഴുതിയതിനു ശേഷം കടന്നു ചെല്ലാവുന്ന തരത്തില് PGയും റിസർച്ചിനുള്ള അവസരങ്ങൾ ഇവിടെയുണ്ട്. സ്റ്റേറ്റിലെ മികച്ച യൂണിവേഴ്സിറ്റികളൊക്കെ തന്നെ സൈക്കോളജിയുടെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇവിടെയൊക്കെ ഒരു എൻട്രൻസ് അങ്ങ് എഴുതിയാൽ മതി, ആ എൻട്രൻസിലൂടെ നമുക്ക് കിട്ടും. നമുക്ക് നമ്മുടെ കേരളത്തിലേക്ക് വന്നാൽ കേരള യൂണിവേഴ്സിറ്റി, അത് നമ്മുടെ ആദ്യത്തെ യൂണിവേഴ്സിറ്റിയാണ്. ആ യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും മികച്ച ഡിപ്പാർട്ട്മെന്റ് എന്ന് വേണം പറയാൻ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ്. ആ ഡിപ്പാർട്ട്മെന്റുകളിൽ PGക്ക് ആ യൂണിവേഴ്സിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞു, നമുക്ക് CUT പോലെ എൻട്രൻസ് കൂടാതെ സ്റ്റേറ്റ് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളിൽ അതാത് എൻട്രൻസ് ആണ്. ആ എൻട്രൻസ് കഴിഞ്ഞ് UG കഴിഞ്ഞതിന് ശേഷം അവർക്ക് കടന്ന് ചെന്ന് PGയും തുടർന്ന് റിസർച്ചിലേക്കും കണ്ടിന്യൂ ചെയ്ത് പഠിക്കാനുള്ള അവസരങ്ങളുണ്ട് എന്നുള്ളത്. ഫീസ് ഒന്നും വേണ്ട, ഒറ്റ എൻട്രൻസ് മതി. കുറഞ്ഞ ചെലവിൽ പഠിക്കാൻ പറ്റുന്ന ഒരു വിഷയമായതിനാൽ എന്നാൽ ഉയർന്ന ഒരു പ്രൊഫൈലിലേക്കും സാലറിയിലേക്കും എത്താനുള്ള സാധ്യതയാണ്. അപ്പൊ അതിന് പറ്റിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമുക്ക് കേരളത്തിലേക്ക് വന്ന കേരളത്തിലെ തന്നെ ഓട്ടോണമസ് കോളേജുകൾ എടുത്തു നോക്കിയാൽ നമുക്കറിയാം. കൊല്ലം ഫാത്തിമ കോളേജ്, അതുപോലെ തന്നെ നമുക്ക് വിമല, തൃശ്ശൂർ വിമല, അതേപോലെ തന്നെ തൃശ്ശൂർ സെന്റ് തോമസ് കോളേജും പിന്നെ സെന്റ് തെരേസാസ് എറണാകുളവും, അങ്ങനെയുള്ള കോഴിക്കോട് ഫറൂഖ് കോളേജും, ഈ പറഞ്ഞ ഓട്ടോണമസ് കോളേജുകളിലൊക്കെ തന്നെ സൈക്കോളജി ഉണ്ട്. അപ്പം അതിനർത്ഥം നമുക്ക് എയ്ഡഡ് സ്ട്രീമിൽ സൈക്കോളജി പഠിക്കാൻ അവസരമുണ്ട്. മാന്നാനം KE കോളേജ് സൈക്കോളജിയുടെ ഒരു ഫേമസ് കോളേജാണ്. അതുപോലെ തന്നെ ആലുവ UC കോളേജ് ഇതേപോലെ തന്നെ സൈക്കോളജി പഠിച്ച പണ്ടത്തെ, ഇന്ന് നമ്മുടെ രാജ്യത്തെ നമ്മുടെ നാട്ടിലെ ഏറ്റവും മിടുക്കരായ സൈക്കോളജിസ്റ്റുകളൊക്കെ ഈ പറഞ്ഞ 2 കോളേജുകളിൽ നിന്നൊക്കെ പഠിച്ചവരൊക്കെ തന്നെയായിരുന്നു. അപ്പം അങ്ങനെ നല്ല, അതുകൂടാതെ രാജഗിരി, സെക്കൻഡ് ഹാർട്ട്, ഇവിടെയൊക്കെ ഇപ്പൊ സൈക്കോളജി ഉണ്ട് എന്നുള്ളതാണ്. സൈക്കോളജി നമുക്ക് ഒരുപാട് കോളേജുകളിൽ കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, ഇനിയും പെട്ടെന്ന് തൊഴിലവസരങ്ങൾ കൂടി ഒന്ന് പറയുവാണെങ്കിൽ, നമ്മൾ ഓൾറെഡി തന്നെ ഡിസ്കസ് ചെയ്തു ഇത് കഴിഞ്ഞ് എന്ത് ചെയ്യും എന്നുള്ളത്. ഒന്ന് എന്ന് പറഞ്ഞാൽ ഒരു സെൽഫ് എംപ്ലോയ്മെന്റ് ആണ്. സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ, സാറിന്റെ സഹോദരനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമുക്കൊരു ക്ലിനിക്കൽ സൈക്കോളജി ഒക്കെ പഠിച്ചിട്ട് ഒരു ക്ലിനിക്കൊക്കെ നടത്താം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള മേഖലകൾ സാറ് സൂചിപ്പിച്ചു. റിസർച്ച് എന്നുള്ളൊരു മേഖലയിലേക്ക് മാറാം എന്ന് സൂചിപ്പിച്ചു. ഇനി അതല്ലാതെ തന്നെ നമ്മൾ മറ്റ് സ്ഥാപനങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുവാണെങ്കിൽ അങ്ങനെയുള്ള അവസരങ്ങൾ കൂടി എന്തൊക്കെയായിരിക്കും എന്ന് പെട്ടെന്നൊന്ന് സൂചിപ്പിക്കാം. ഗവൺമെന്റ് സെക്ടറിൽ ജോലി നോക്കുന്നവർക്കും സൈക്കോളജി ഒരു ആകർഷകമായ സബ്ജക്റ്റാണ്. കാരണം മെഡിക്കൽ കോളേജുകളിലും അതേപോലെ തന്നെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസിലും ഒക്കെ സൈക്കോളജിസ്റ്റ് ആയിട്ട് ഇവർക്ക് PSC വഴി നിയമനമുണ്ട്. അതുകൂടാതെ നമുക്ക് ഈ പറയുന്ന മികച്ച പല സ്ഥാപനങ്ങളും, ഞാൻ ഓൾറെഡി MNCകളിലും ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ മിക്ക സ്ഥാപനങ്ങളിലും നമുക്ക് സൈക്കോളജിസ്റ്റിനെ അപ്പോയിന്റ് ചെയ്യുന്ന ഒരു അവസരം ലഭിക്കുന്നുണ്ട്. കൂടാതെ ഇവർക്ക് ഈ ഒരു സൈക്കോളജി ആയതുകൊണ്ട് തന്നെ മറ്റ് പല മേഖലകളിലോട്ടും പല എൻട്രൻസുകളിലും ഒക്കെ എഴുതി ക്ലിയർ ചെയ്ത് കടന്നു ചെല്ലാവുന്നതാണ്. ഇപ്പൊ സൈക്കോളജി കഴിഞ്ഞിട്ട് CDS ക്ലിയർ ചെയ്യുന്ന പിള്ളേരെ എനിക്കറിയാം. കമ്പൈൻഡ് ഡിഫൻസ് സർവീസിലെ ഓഫീസർ, മിലിറ്ററി ഓഫീസേഴ്സ് ആയിട്ട് മാറുന്ന ആ തലത്തിലേക്കൊക്കെ പോകാൻ പറ്റും. അങ്ങനെ ഈവൻ സിവിൽ സർവീസിലേക്ക് വരെ കുട്ടികൾക്ക് കടന്നു ചെല്ലാവുന്നതാണ്. നല്ല കോമ്പിറ്റൻസി അവർക്ക് ലഭിക്കുന്നതാണ്. മെന്റലി സെൽഫായിട്ട് ഒത്തിരി ഡെവലപ്മെന്റ്സ് ഒക്കെ ഉണ്ടാകുന്നതിനാൽ ഇവർക്ക് ഒരു എന്താണ് അംബീഷ്യസ് ആയിട്ടുള്ള ഏത് മേഖലയിലേക്കും കടന്നു ചെല്ലാനുള്ള സാധ്യതയാണ് ഞാൻ പൊതുവെ കാണുന്നത്. അതുപോലെ തന്നെ നീറ്റ് ഞാൻ പറഞ്ഞു, എൻട്രൻസ് എഴുതി കിട്ടാത്തവർക്ക് പിന്നെ സെക്കൻഡ് ഓപ്ഷനായിട്ട് എടുക്കുമ്പോൾ അവര് ഏറ്റവും മികച്ചത് നോക്കി എടുക്കുന്നതിൽ ഒന്നാണ് സൈക്കോളജി. അതിൽ സൈക്കോളജി അങ്ങനെ എടുക്കുന്നത് കൊണ്ട് നല്ല മിടുക്കരായ കുട്ടികൾ എടുക്കുന്നതിനാൽ അവർക്ക് പല മേഖലകളും അവരുടെ കഴിവിനനുസരിച്ച് കടന്നു ചെല്ലാൻ, അങ്ങനെ രാജ്യത്തിന് നല്ല കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ
ഒരുപാട് പേർക്ക് നല്ല മാർഗനിർദ്ദേശവും നേതൃത്വവും കൊടുക്കാൻ ഇവർക്ക് കഴിയുന്നു എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ്. ഓക്കെ. അപ്പം സാറ് സൂചിപ്പിച്ചത് ഈ സൈക്കോളജിക്കാർക്ക് എത്തിച്ചേരാവുന്ന വിവിധ മേഖലകളാണ്. ഒന്ന് നോക്കുവാണെങ്കിൽ ഒട്ടനവധി അവസരങ്ങളാണ് സൈക്കോളജിക്കാർക്ക് പല മേഖലകളിലായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു അവസരം എക്സ്പ്ലോർ ചെയ്യാം. ഓർക്കുക, ഈ മേഖലയിൽ എന്തെങ്കിലും ഒരു സിനിമ കണ്ടിട്ട് ഒക്കെ ഈ മേഖലയിലേക്ക് വരാതെ ഈ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ സൈക്കോളജി തിരഞ്ഞെടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. മികച്ച ഒരു തിരഞ്ഞെടുപ്പായിരിക്കും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത്. ഏതായാലും ഈ വിഷയങ്ങളൊക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ള ഐസക് സാറിനോടുള്ള നന്ദി അറിയിക്കട്ടെ. നിങ്ങൾക്ക് സാറുമായിട്ട് കോൺടാക്ട് ചെയ്ത് എന്തെങ്കിലുമൊക്കെ കരിയർ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സാറിൻ്റെ നമ്പർ ഞാൻ വീഡിയോയിലും വീഡിയോ ഡിസ്ക്രിപ്ഷനും നൽകിയേക്കാം. സാറിനെ വാട്സാപ്പ് ചെയ്തുകൊണ്ട് ഡൗട്ടുകളൊക്കെ ക്ലാരിഫൈ ചെയ്യാവുന്നതാണ്. ഏതായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഉപകാരപ്രദമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് നൽകാൻ മറക്കല്ല്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള കരിയർ അറിവുകൾ അല്ലെങ്കിൽ തൊഴിൽ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.